ഹലോ ഹായ് എല്ലാവർക്കും ലേണയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് മാർച്ച് മാസത്തിലെ ജോബ് അപ്ഡേറ്റ്സിനെ കുറിച്ചിട്ടാണ്. ജോബ് അപ്ഡേറ്റ്സ് മാത്രമല്ല, കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചും നമ്മുടെ ചാനലിൽ പറയാറുണ്ട്, അപ്ഡേറ്റ് ചെയ്യാറുണ്ട്, ഡെയിലി അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. സോ നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് CSEB കേരള. എന്താണ് CSEB കേരള? സർവീസ് എക്സാമിനേഷൻ ബോർഡ് അല്ലേ, കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് എക്സാമിൽ, അതായത് സഹകരണ സർവീസ് പരീക്ഷയിൽ അടിമുടി മാറ്റം വരാൻ പോവുകയാണ്. അതിലെ സുപ്രധാന മാറ്റങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. മെയിനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പരീക്ഷ 100 മാർക്കിലായിരിക്കും നടക്കാൻ പോകുന്നത്. നെഗറ്റീവ് മാർക്ക് ഇല്ല. ഇന്റർവ്യൂ മാർക്ക് 20ലേക്ക് മാറ്റിയിട്ടുണ്ട്. വെയിറ്റേജ് ഒഴിവാക്കിയിട്ടുണ്ട്. ഭിന്നശേഷി സംവരണം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇന്റർവ്യൂ കഴിഞ്ഞതും ഒരാഴ്ചക്കകം ലിസ്റ്റ് അവർ പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ സംസ്ഥാനത്തെ പ്രാഥമിക സഹകരണ സംഘം ബാങ്കുകളിലേക്ക് സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് നടത്തുന്ന പരീക്ഷകളിൽ അടിമുടി മാറ്റം വരാൻ പോവുകയാണ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. 2024 ഡിസംബർ 31 നിലവിൽ വന്ന സഹകരണ ചട്ടം ഭേദഗതിയുടെ അടിസ്ഥാനത്തിലാണ് വിവിധ തസ്തികകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടപടികൾ മാറ്റം വരുത്തുന്നത്. ചെറിയ മാറ്റങ്ങളല്ല, പരീക്ഷ, ഇന്റർവ്യൂ, വിദ്യാഭ്യാസ യോഗ്യത എന്നിവയിലെല്ലാം മാറ്റമുണ്ട്. അതായത് പരീക്ഷാ ബോർഡ് ഏപ്രിലിൽ പ്രസിദ്ധീകരിക്കുന്ന പുതിയ വിജ്ഞാപനം മുതൽ പരിഷ്കാരം നടപ്പിലാക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പണ്ട് എങ്ങനെയായിരുന്നു? അതായത് സഹകരണ സർവീസ് പരീക്ഷയിൽ ആദ്യം ഇതുവരെ 80 മാർക്കിനായിരുന്നു പരീക്ഷ. ഇപ്പോഴത് സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് നടത്തുന്ന ഒബ്ജക്റ്റീവ് പരീക്ഷകളെല്ലാം ഇനി 100 മാർക്കിലായിരിക്കും. ആദ്യം അത് 80 മാർക്കിലായിരുന്നു, ഇനി അത് 100 മാർക്കിലായിരിക്കും. ആദ്യം എങ്ങനെയായിരുന്നു? 160 ചോദ്യങ്ങൾക്ക് 1/2 മാർക്ക് വീതം, അങ്ങനെ 80 മാർക്ക് എന്നതായിരുന്നു ആദ്യത്തെ രീതി. ഇനി പരീക്ഷയ്ക്ക് 100 ചോദ്യങ്ങളായിരിക്കും നൽകുക. ഓരോ ചോദ്യത്തിനും 1 മാർക്ക് വീതം, അങ്ങനെ ആകെ 100 മാർക്ക്. ഒരു സമാധാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നുള്ളതാണ്. പരീക്ഷാ സമയം എത്രയാണ്? 1.5 മണിക്കൂറാണ്. സിലബസിൽ വലിയ മാറ്റം ഉണ്ടാവില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒബ്ജക്റ്റീവ് പരീക്ഷകൾക്ക് നെഗറ്റീവ് മാർക്ക് ബാധകമല്ല എന്നും പറഞ്ഞു അല്ലേ. എന്നാൽ വിവിധ വിഷയങ്ങളിൽ അനുവദിച്ചിരിക്കുന്ന മാർക്കിൽ പുനഃക്രമീകരണം വേണ്ടിവരും എന്നും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ബേസിക്കലി നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇന്റർവ്യൂ മാനദണ്ഡങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, വിവിധ തസ്തികകളിലെ പരീക്ഷ ജയിക്കുന്നവർക്ക് ഇന്റർവ്യൂവിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉയർന്ന മാർക്കിൽ വർധന വരുത്തിയിട്ടുണ്ട്. ഇതുവരെ 15 മാർക്കിനായിരുന്നു ഇന്റർവ്യൂ, ഇനി മുതൽ 20 മാർക്കായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതിപ്പോൾ എല്ലാ മാർക്കുകൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അല്ലെ. ഒബ്ജക്റ്റീവ് 80 ആയിരുന്നു, അത് 100 ആക്കിയിട്ടുണ്ട്. ഓരോ ക്വസ്റ്റിനും ഓരോ മാർക്ക് വീതം 100 മാർക്ക് ആക്കിയിട്ടുണ്ട്. നെഗറ്റീവ് മാർക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സബ്ജക്റ്റീവ് ഓരോരോ സബ്ജക്ട് ബേസിസിൽ ആ മാർക്കിൽ അവർ പറയുന്നതായിരിക്കും. ഓക്കെ, കട്ട് ഓഫും അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ ഇന്റർവ്യൂ 15 മാർക്കിനായിരുന്നു, ഇപ്പോഴത് 20 മാർക്കായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇന്റർവ്യൂവിൽ യോഗ്യത നേടാൻ ഇനിയിപ്പോൾ 4 മാർക്ക് കൂടി വേണം. ഇപ്പോൾ ഇത് 3 മാർക്കാണ്. സ്വന്തം ജില്ലയിലെ ഉദ്യോഗാർത്ഥികൾക്ക് ഇന്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ 5 മാർക്ക് വെയിറ്റേജായി നൽകിയിരുന്നത് ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഒരു സാഡ് ന്യൂസ് ആണ് അല്ലെ. സ്വന്തം ജില്ലകളാണെങ്കിൽ 5 മാർക്ക് വെയിറ്റേജ് ആയിരുന്നു, എന്നാൽ അതിപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ 15 മാർക്ക് എന്നുള്ളത് 20 മാർക്കായിട്ട് കൂട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഭിന്നശേഷി സംവരണ ശതമാനത്തിലും ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇന്റർവ്യൂ നടപടികൾ പൂർത്തിയാക്കാനുള്ള സമയ മാനദണ്ഡങ്ങളും പരിഷ്കരിച്ചിട്ടുണ്ട്. ഭിന്നശേഷി വിഭാഗക്കാർക്ക് സംവരണം 3% നിന്ന് 4% വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പിന്നെയുള്ള മാറ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ആ തസ്തികയുടെ യോഗ്യത MCA അല്ലെങ്കിൽ BTech കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇൻഫോർമേഷൻ ടെക്നോളജി എന്ന് പരിഷ്കരിച്ചിട്ടുണ്ട്. നല്ല മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് അല്ലേ. എന്താ നമ്മൾ പറഞ്ഞത്? 100 മാർക്കിലാണ് പരീക്ഷ, നെഗറ്റീവ് മാർക്ക് ഇല്ല. ഇന്റർവ്യൂ മാർക്ക് 15 നിന്ന് 20ലേക്ക് മാറ്റിയിട്ടുണ്ട്. വെയിറ്റേജ് ഒഴിവാക്കി എന്നുള്ളതൊരു സാഡ് ന്യൂസ് ആണെങ്കിൽ കൂടി നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നുള്ളൊരു സമാധാനം തരുന്നതാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് ജോലി കിട്ടാവുന്ന രീതിയിൽ, അതായത് ആദ്യം എക്സാം നടത്തിയിട്ട് 2 മാസത്തിനുള്ളിൽ ഇന്റർവ്യൂ നടത്തിയാൽ മതി എന്നുള്ളതായിരുന്നു. ആ 2 മാസം ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് വീണ്ടും 2 ആഴ്ച എടുക്കും ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാനായിട്ട്. എന്നാൽ ഇനി വരാൻ പോകുന്നത് എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 മാസത്തിനുള്ളിൽ എന്തായാലും ഇന്റർവ്യൂ നടത്തണമെന്നും അപ്പോൾ തന്നെ ഒരാഴ്ചക്കുള്ളിൽ ആ ലിസ്റ്റ് പ്രൊവൈഡ് ചെയ്യണമെന്നുമാണ് പുതിയതായിട്ട് പറയുന്നത്. ഓക്കെ,
പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊമോഷൻ, ഇപ്പം അതിൽ വർക്ക് ചെയ്യുന്നവർക്ക് പ്രൊമോഷൻ വേണമെങ്കിലും പരീക്ഷാ ജയം നിർബന്ധമാക്കിയിട്ടുണ്ട്. സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് നടത്തുന്ന പ്രൊമോഷൻ ടെസ്റ്റ് ജയിക്കുന്ന ജീവനക്കാർക്ക് മാത്രമേ ഇനി സ്ഥാനക്കയറ്റം ലഭിക്കുകയുള്ളൂ. ക്ലാസ് 2 മുതൽ 7 വരെയുള്ള സഹകരണ സംഘത്തിലെ ക്ലാർക്ക് തസ്തികയിൽ ഉൾപ്പെടുന്ന പ്രൊമോഷനും നേരിട്ടുള്ള നിയമനവും തമ്മിലുള്ള അനുപാതം ഇനി 1:2 എന്തായിരിക്കും. ഇപ്പോൾ ഇത് 1:4 എന്നുള്ളതാണ്. അപ്പോൾ ഇനി സ്ഥാനക്കയറ്റം വേണോ എങ്കിൽ പരീക്ഷ ജയിക്കണം എന്നുള്ള ഒരു പരിഷ്കരണവും വന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് CSEB നടത്തിയിട്ടുള്ളത്? കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിൽ എന്തൊക്കെ മാറ്റങ്ങളാണ്? 100 മാർക്കിലായിരിക്കും എന്ന് പറഞ്ഞു അല്ലേ? 100 മാർക്കിലായിരിക്കും. ആദ്യം ഇങ്ങനെയായിരുന്നു 80 മാർക്കായിരുന്നു, ഇപ്പോഴത് 100 മാർക്കാണ്. ആദ്യം 160 ചോദ്യങ്ങൾക്ക് അരമാർക്ക് വീതമായിരുന്നു, ഇപ്പോൾ 100 ചോദ്യങ്ങളും 100 മാർക്കും അങ്ങനെയാണ്. സമയം എത്രയാണ്? പരീക്ഷാ സമയം 1.5 മണിക്കൂറാണ്. സിലബസിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അല്ലേ? 15 മാർക്കിൽ നടത്തിയിരുന്ന ഇൻ്റർവ്യൂ ഇപ്പോൾ 20 മാർക്കായിട്ടുണ്ട്. അതിൻ്റെ മിനിമം ഇൻ്റർവ്യൂ യോഗ്യത നേടാൻ വേണ്ടിയിട്ട് 4 മാർക്ക്, ഇൻ്റർവ്യൂവിൽ 4 മാർക്കെങ്കിലും നേടിയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ആദ്യം അത് 3 മാർക്കായിരുന്നു. വെയിറ്റേജ് ഒഴിവാക്കിയിട്ടുണ്ട്. വെയിറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാത് ജില്ലയിലെ ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ 5 മാർക്ക് വെയിറ്റേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതും ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എന്താണ് അടിമുടി മാറ്റങ്ങൾ സഹകരണ സർവീസ് പരീക്ഷയിൽ വന്നിട്ടുള്ളത്. ഇതുപോലെയുള്ള മാറ്റങ്ങളും ഇതുപോലെയുള്ള ജോബ് അപ്ഡേറ്റ്സും ഇതുപോലെയുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസുമാണ് നിങ്ങൾക്ക് അറിയാൻ കാത്തിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ദയവ് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.